നമസ്കാരം. വീണ്ടും പെട്ടി വിവാദമായിട്ടാണ് പോലീസ് രംഗത്ത് വന്നിരിക്കുന്നത്, അല്ല പിണറായി വന്നിരിക്കുന്നത്. പിണറായിയുടെ നിർദ്ദേശമില്ലാതെ ഒരു MP-യുടെയും ഒരു MLA-യുടെയും വാഹനം പരിശോധിക്കുമോ, വാഹനത്തിലെ സാധനങ്ങൾ പരിശോധിക്കുമോ? പോലീസിന് ഷാഫി പറമ്പിലിനെയും അതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെയും കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുന്ന വിഡ്ഢിത്തമാണ് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നടന്നത് എന്താണ്? പിണങ്ങാണ്ടിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് അവിടെ ഷാഫി പറമ്പിലിൻ്റെയും അതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും പെട്ടി കാർ നിർത്തി പരിശോധിക്കാനിടയായത്. അതിന് കാരണം ഇവർ രണ്ടുപേരാണ് അവിടെ നിലമ്പൂരിനെ ഇളക്കി മറിച്ച് വോട്ട് അട്ടിമറിച്ച് പെട്ടിയിലാക്കി കൊണ്ടുപോകുന്നത് മനസ്സിലാക്കിയതോടെയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലും അതേപോലെ ഷാഫി പറമ്പിൽ സ്റ്റാർ പരിവേഷമുള്ള പ്രചാരകരാണ്. അത് UDF-ന് എവിടെ ചെന്നാലും വോട്ട് മറച്ചു കൊടുക്കുന്നു, എവിടെ ചെന്നാലും ആൾക്കൂട്ടമുണ്ടാകുന്നു, ആ ആൾക്കൂട്ടം വോട്ടായി മാറുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും പ്രസംഗം കേൾക്കുക മാത്രമല്ല, അവരെ ഒന്ന് കാണാനാണ് രാഷ്ട്രീയത്തിനപ്പുറം CPM-ലെ അണികളടക്കം എത്തിച്ചേരുന്നത്. പാലക്കാട്ട് മുമ്പൊരു വിവാദമുണ്ടായി. ഇതേപോലെ നീലപ്പെട്ടിയിൽ കെട്ടുകണക്കിന് രൂപയുമായി എത്തി എന്ന് പറഞ്ഞിട്ടാണ് പോലീസ് വളഞ്ഞത്. ഹോട്ടലിൽ വെച്ച് വളഞ്ഞ് തട്ടി സംഭവം അവിടെ വലിയ വിവാദമുണ്ടായത്. ആ വിവാദമാണ് ശരിക്കും പറഞ്ഞാൽ 19,000-ഓളം വോട്ടിന് രാഹുൽ മാങ്കൂട്ടത്തെ പാലക്കാട് വിജയിപ്പിച്ചെങ്കിൽ ഇപ്പോഴിതാ മറ്റൊരു പെട്ടി വിവാദം ആര്യാടൻ ഷൗക്കത്തിനെ വൻ വിജയത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇന്നലെ ലക്ഷക്കണക്കിന് രൂപ ഷാഫി പറമ്പിലും അതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിലും തങ്ങളുടെ വാഹനത്തിൽ കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു വാർത്ത പിണറായി വിജയന് ലഭിക്കുകയും അവരുടെ വാഹനത്തിൽ പണമുണ്ടെന്ന് ഉടനെ പിടിച്ചെടുക്കണമെന്ന് നിർദ്ദേശം കൊടുക്കുകയും അങ്ങനെ ആണ് അവരുടെ വാഹനം മറ്റുള്ള വാഹനങ്ങൾ കടത്തിവിട്ട് അവർ പോകുന്ന റൂട്ട് കണ്ടെത്തി അതിലൂടെ പണം കണ്ടെത്താമെന്നുള്ള ധാരണയിൽ റെയ്ഡ് നടത്തി. കിട്ടിയതോ? അവർ പെട്ടി തുറന്നപ്പോൾ കിട്ടിയത് എന്താണെന്ന് നമുക്ക് ആ പരിശോധനയും അതേപോലെ അവരുടെ പത്രസമ്മേളനം കേൾക്കാം. വടവൃത്തില്ല, ജസ്റ്റ് അതിൻ്റെ അപ്പുറത്ത്. അപ്പോൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് വരുമ്പം പോലീസുകാരൻ കൈ കാണിച്ചപ്പോൾ ഞാൻ വണ്ടി ഒതുക്കിയിട്ട് ഞാൻ എന്താന്ന് ചോദിച്ചു. അപ്പം ഇങ്ങനെ ലൈറ്റ് കൊണ്ട് എന്നോട് ഇങ്ങനെ ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങി. ഞങ്ങൾ ബോർഡൊക്കെ വെച്ചിട്ടുള്ള വണ്ടി. അപ്പം വാഹന പരിശോധന നടത്താനുള്ള അവകാശം അവർക്കുണ്ടല്ലോ, അതിൻ്റെ സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഞങ്ങൾ പൂർണ്ണമായി സഹകരിച്ചു. ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പം എന്നോട് പറഞ്ഞു ഡിക്കി തുറക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഡിക്കി തുറന്നു കൊടുത്തു. അത് തുറന്നു കൊടുത്തിട്ട് എന്നോട് പറയാം പെട്ടി എടുക്കുമെന്ന് പറഞ്ഞു. പെട്ടി തുറക്കാൻ പറഞ്ഞു. ഞാൻ തന്നെ ആ ഡിക്കിയിലുള്ള എല്ലാ വാഹനത്തിലുള്ള എല്ലാ പെട്ടി എടുത്ത് പുറത്ത് വെച്ചു. പിന്നെ എന്നിട്ട് പറഞ്ഞു പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വന്നിട്ട് പറയാം കുഴപ്പമില്ല, പോട്ടെ ഞാൻ വെച്ചാൽ അത് ശരിയല്ലല്ലോ. പിന്നെ അല്ല ഞങ്ങൾ നോക്കി നിങ്ങൾ പുറത്ത് നോക്കിയാൽ കാണൂ. അത് ശരിയല്ല. നിങ്ങൾ പരിശോധിക്കണം. പരിശോധിച്ചിട്ട് അതിന് എന്തെങ്കിലും കിട്ടിയോ ഇല്ലയെന്ന് ഞങ്ങളോട് പറയണം. അങ്ങനെ പെട്ടി പുറത്തുനിന്ന് കണ്ടാൽ പോരല്ലോ, പെട്ടീൻ്റെ അകത്ത് എന്താണെന്ന് അവർ കാണണമല്ലോ. അപ്പം അത് പറയുമ്പോൾ അല്ലേ പോട്ടെ, അത് ഞങ്ങൾ പോട്ടെ എടാ സാരല്ല പോട്ടെ. ഞങ്ങൾ സാരമുണ്ട്, ഞങ്ങളെ കൊണ്ട് വണ്ടി നിർത്തിച്ചു, കുഴപ്പമില്ല, ഞങ്ങൾ നിർത്തി. ഡിക്കി തുറക്കാൻ പറഞ്ഞു, തുറന്നു. പെട്ടി പരിശോധിക്കണം എന്ന് പറഞ്ഞു. പെട്ടി എടുത്ത് പുറത്ത് വെച്ച പെട്ടി പുറത്തുനിന്ന് നോക്കിയിട്ട് ഒന്നുമില്ല, പോട്ടെ എന്ന് പറയുമ്പോൾ അവരുടെ ഇന്റൻഷൻ പരിശോധനയാണെന്ന് തോന്നിയില്ല. പരിശോധനയാണെങ്കിൽ പെട്ടി തുറന്ന് പരിശോധിക്കുകയല്ലേ വേണ്ടേ. അപ്പൊ പിന്നെ ഞങ്ങള് ഇച്ചിരി നിർബന്ധിച്ചു, അല്ലെങ്കിൽ പരിശോധിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആ പരിശോധിക്കുമ്പോൾ അതിന്റെ ക്യാമറ അവരത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിച്ചാൽ അതെന്താ നിങ്ങൾ റെക്കോർഡ് ചെയ്യാത്തത്? ഞങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങൾ ചെയ്തു, ഞങ്ങൾ പെട്ടിയെടുത്ത് പുറത്ത് വെക്കുമ്പോൾ നിങ്ങൾ ചെയ്തു, തുറന്ന് പരിശോധിക്കുമ്പോൾ എന്താ നിങ്ങൾ റെക്കോർഡ് ചെയ്യാത്തത്? ഇപ്പൊ ഞാൻ ആ ക്യാമറ പിടിച്ച് കുട്ടിയോട് പറഞ്ഞു, മോനെ ഇതൊക്കെ അതിനകത്തൊന്ന് റെക്കോർഡ് ചെയ്തേ, ഇതൊന്ന് കാണട്ടെ, ഇതിന്റെ ഉള്ളിൽ നിന്ന് എന്താ കിട്ടിയെന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പെട്ടി തുറക്കാൻ അവർക്കൊരു മടി. ഞാൻ പറഞ്ഞു അത് പറ്റില്ല, പരിശോധിച്ചിട്ട് പോയാൽ മതി എന്ന് ഞങ്ങളും പറഞ്ഞു. കാരണം ഇനി അത് പരിശോധിക്കാതെ പോയാൽ പിന്നെ നമ്മളുമായിട്ട് സഹകരിച്ചില്ല എന്നാണല്ലോ പറയാം. അപ്പോൾ പരിശോധിച്ചിട്ട് അത് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു. അവിടെയുള്ള ആരൊക്കെയോ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഞാൻ ചോദിച്ചു ഇതിന് എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിച്ചു. അപ്പോഴും പോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോവല്ലേ, ഇതിന് എന്തെങ്കിലും കിട്ടിയോ, നിങ്ങൾക്ക് പെട്ടി പരിശോധിച്ചിട്ട് എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിച്ചു. ഇല്ല, കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പൂർണ്ണമായും ആ പരിശോധനയായിട്ട് സഹകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ അവിടെ വണ്ടി നിർത്താതെ പോയിട്ടില്ല, വണ്ടി നിർത്തിയിട്ടുണ്ട്, ഡിക്കി തുറക്കാതിരുന്നിട്ടില്ല, പെട്ടി പുറത്തെടുക്കാതിരുന്നിട്ടില്ല, പെട്ടി തുറക്കാതിരുന്നിട്ടില്ല, എല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു ചോദ്യം ചോദിച്ചു. ഇതുവഴി ഒരുപാട് വാഹനങ്ങൾ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരുടെ കടന്നു പോകുന്നുണ്ട്. അവരുടെ ആരുടെയെങ്കിലും നിങ്ങൾ പരിശോധിച്ചു? അതൊക്കെ ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ ഒരാളുടെയും പരിശോധിച്ചതായിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇതിന്റെ ഇന്റൻഷൻ എന്താണ് എന്നുള്ളത് സ്വാഭാവികമായും ആ സമയത്തൊരു സംശയം തോന്നി. ഇനിയിപ്പം നിങ്ങൾ വാർത്തയൊക്കെ ആക്കിയ സ്ഥിതിക്ക് ചിലപ്പം പരിശോധിക്കുമായിരിക്കും.
പക്ഷെ ഇതുവരെ പരിശോധിച്ചായിട്ട് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം വാഹന പരിശോധന വളരെ സ്വാഭാവികമല്ലേ? അപ്പൊ അതുകൊണ്ടല്ലേ സ്വാഭാവികമായിട്ട് വണ്ടി അവിടെ നിർത്തി കൊടുത്തത്. സ്വാഭാവികമായിട്ട് ഡിക്കി തുറന്നു സ്വാഭാവിക എന്റെ പൊന്നാളി അത് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ അതിന്റെ ഉള്ളിൽ പെട്ടി വെക്കാൻ മടിച്ചു എന്നല്ലേ നിങ്ങൾ പറയാ. പെട്ടി പുറത്തേക്ക് എടുത്തില്ല, ഡിക്കി മാത്രം തുറന്നു. ഡിക്കി അവര് നോക്കണം എന്നല്ലേ ഞങ്ങളും പറഞ്ഞിട്ടുള്ളൂ. നോക്കാൻ അവിടെ ഒരു ജനപ്രതിനിധിയുടെയും പെട്ടി അവര് പരിശോധിച്ചിട്ട് ആ പോലീസുകാരോട് തന്നെ ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ട്? അപ്പൊ അവര് പറഞ്ഞു ഇനി പരിശോധിക്കാം എന്നുള്ളതാണ്. പിന്നെ പെട്ടി എടുത്ത് പുറത്തേക്ക് വെക്കാന്ന് പറഞ്ഞാൽ ആ മാതൃകയായിട്ട് പെട്ടി എടുത്ത് പുറത്തേക്ക് വെച്ചു. പിന്നെ എടുത്ത പെട്ടി പുറത്തേക്ക് വെച്ചിട്ട് അന്നി പോട്ടെ എന്ന് പറയുമ്പോ ശരി എന്ന് പറഞ്ഞിട്ട് ശരി സാർ എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ തന്നെ വെക്കണം. അത് കയർക്കുന്നത് ഇതുകൊണ്ടാണെന്നേ ഞാൻ ഒരു സെക്കൻഡ്. അതിനെന്താ അറിയാ, ഞങ്ങള് ഈ പരിശോധനയോട് പൂർണ്ണമായിട്ട് സഹകരിച്ച് വണ്ടി അവിടെ നിർത്തി ഇതെടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് ആ പെട്ടി പുറത്തുനിന്ന് കണ്ടിട്ട് ഇനി പൊക്കോട്ടെ എന്ന് പറയുമ്പോ അതിന്റെ ഇന്റൻഷൻ എന്താ നിങ്ങൾ പറ. അല്ല ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ചോദിച്ചല്ലോ, പെട്ടിക്കുള്ളിൽ എന്താണെന്നുള്ളത് അവര് പറയണ്ടേ, അവര് നോക്കണ്ടേ? അത് നോക്കാണ്ട് പെട്ടി കണ്ടിട്ട് ഇനി പൊക്കോട്ടെ എന്ന് പറയുമ്പോ അതിന്റെ ഇന്റൻഷൻ എന്താ? പരിശോധനയോടുള്ള ആത്മാർത്ഥതയാണ് ഈ പരിശോധിക്കണം. ഇനി അത്ര പിന്നെ ഡ്യൂട്ടി ബൗണ്ട് ആയിട്ടുള്ളതാണെങ്കിൽ രാഷ്ട്രീയോ ഒന്നും നോക്കാതെ മറ്റെല്ലാവരുടെയും പരിശോധിക്കണമായിരുന്നു. അതിന് അവർക്ക് തന്നെ ഒരു എക്സാമ്പിളും കോട്ട് ചെയ്യാനില്ല. ഇനിയിപ്പോ ഞാൻ എം പിയോട് എന്റെ വണ്ടി നിർത്തൂലെന്ന് ഞാൻ പറഞ്ഞു. എം പി ആണ് എന്റെ വണ്ടി അല്ലെങ്കിൽ MLA ആണ് ഡിക്കി തുറക്കൂലെന്ന് ഞങ്ങൾ പറഞ്ഞു. MP ആണ് ഞങ്ങളുടെ പെട്ടിമ തുടരുതെന്ന് ഞങ്ങൾ പറഞ്ഞു. പെട്ടി തുറക്കരുതെന്ന് ഞങ്ങൾ പറഞ്ഞു. ഇത് പരിശോധനയുടെ പ്രധാനപ്പെട്ട ഘടകം എന്താ? ഇതൊക്കെയാണല്ലോ. അതിൽ പൂർണ്ണമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. അതൊരു ഇൻസൾട്ട് ചെയ്യാൻ ഇന്റൻഷൻ പരിശോധനയായിരുന്നെങ്കിൽ ഒരു ഭീഷണി അല്ലെങ്കിൽ ഒരു വാക്ക് പോലും മോശമായിട്ട് പറയാൻ ആഗ്രഹിച്ചിട്ടില്ല. വളരെ സോഫ്റ്റായിട്ട് ഞാൻ തന്നെ അതെല്ലാം എടുത്ത് പുറത്തേക്ക് വെച്ചു കൊടുത്തത്. പക്ഷെ അത് പുറത്തേക്ക് വെച്ചപ്പോ തന്നെ ഇനി പോട്ടെ, അപ്പൊ എന്താ അതിന്റെ ഉള്ളിൽ എന്താന്ന് അറിയണ്ടേ? അപ്പൊ പരിശോധനയാണെങ്കിൽ അത് അംഗീകരിക്കാം. അതെങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റുക? പെട്ടി ഒരു സെക്കൻഡ് ഇല്ല തുറന്നപ്പോഴാ പിന്നെ അത് ഞങ്ങൾക്ക് അതായത് കാരണം എന്താ പിന്നെന്താണെന്നറിയോ? പിന്നെ പറയും പെട്ടി തുറന്നിട്ട് പിന്നെ പുറത്തേക്ക് വെച്ചിട്ടല്ലേ ഉള്ളു എന്തുകൊണ്ട് തുറന്നില്ല എന്നായിരിക്കും അപ്പൊ നിങ്ങൾ ചോദിക്കുക. നിങ്ങൾ ചിലപ്പോ അതായിരിക്കും ചോദിക്കുക. അപ്പൊ അത് വേണ്ടല്ലോ. എന്നിട്ട് ലാസ്റ്റ് ചോദിച്ചു അല്ല ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞു അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞങ്ങൾ കിടക്കുന്നില്ല. പരിശോധനയായിരുന്നു ഇന്റൻഷനെങ്കിൽ അവരെ പെട്ടി തുറക്കാൻ കൂടെ പറയായിരുന്നു. പെട്ടി എല്ലാം പുറത്തേക്ക് എടുത്ത് വെപ്പിച്ച ശേഷം ഞാൻ വിചാരിച്ചു ഡിക്കി തുറന്നപ്പോ അവരെന്നെ എടുത്ത് നോക്കുമായിരിക്കും. അപ്പൊ പെട്ടി എടുക്കുമെന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ. അല്ല ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല. ഇങ്ങനെ പരാതി അത് പെട്ടി പരിശോധന കണ്ടു. അതിൽ കൃത്യമായി പറയുന്നുണ്ട് നിങ്ങൾ ഈ പെട്ടി പരിശോധിക്കാതെ ഇവിടുന്ന് വിട്ടില്ല നിങ്ങളെ. മാത്രമല്ല മറ്റുള്ളവരെയൊന്നും നിങ്ങൾ പരിശോധിക്കുന്നില്ലല്ലോ എന്ന് രാഹുൽ മാങ്കുട്ടത്തിൽ കർശനമായി ചോദിക്കുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ നടത്തിയ പത്രസമ്മേളനത്തിൽ അതായത് ഇവരെ തെരഞ്ഞു പിടിച്ച പരിശോധന നടത്തിയതാണെന്നും അതിലൂടെ പോയ വാഹനങ്ങളൊന്നും പരിശോധിച്ചിട്ടില്ലെന്നും ആണ് പറഞ്ഞത്. മാത്രമല്ല ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ പിണറായിക്ക് കിട്ടേണ്ട വോട്ടുകളടക്കം, അതായത് അവിടുത്തെ CPM സ്ഥാനാർത്ഥി സ്വരാജിന് കിട്ടേണ്ട വോട്ടുകളടക്കം ഒറ്റ പെട്ടി പരിശോധനയിലൂടെ പെട്ടിയിലാക്കി ആര് കൊണ്ടുപോയി? ഷാഫി പറമ്പിലും അതേപോലെ നമ്മുടെ രാഹുൽ മാങ്കുട്ടത്തിലും കൊണ്ടുപോയി എന്നുള്ളതാണ് ഇന്നലത്തെ പരിശോധന കൊണ്ടുണ്ടായിട്ടുള്ള ഏക ഗുണം. അല്ലാതെ ഒരു മണ്ണാങ്കട്ടയും ഉണ്ടായില്ല. ആ പെട്ടി പരിശോധനയിലൂടെ ഒരു കാര്യം ഉറപ്പായി, ആര്യടൻ ഷൗക്കത്ത് വൻ വിജയം നേടും. അല്ലെങ്കിൽ തന്നെ സ്വരാജ് വന്ന് ഇറങ്ങിയ മുതൽ ദുശകനങ്ങളാണ് അവിടെ. ഇന്നലെ പിണറായി വിജയൻ ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ വലിയ വിവാദങ്ങളുണ്ടായി. പിണറായി വിജയൻ്റെ കൂടെയുള്ള ഒരു ഫോട്ടോ പോലും എവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. അത്രയും വെറുക്കപ്പെട്ടവരാണ് പിണറായി വിജയൻ നിലമ്പൂർക്കാർക്ക്, CPMകാർക്ക്. അങ്ങനെ അതുകൊണ്ടാണ് അവിടെ പിണറായി വിജയൻ്റെ കൂടെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഒരു പോസ്റ്റർ പോലും അടിക്കാത്തത് എന്നുള്ള വളരെ വലിയ വിവാദം ഇന്നലെ PV അൻവർ തന്നെ ഉന്നയിച്ചിരുന്നു. എന്തായാലും പെട്ടി വിവാദത്തിലൂടെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയം ഉറപ്പാക്കി പിണറായി വിജയൻ എന്നുള്ളതാണ് സത്യം. നന്ദി, നമസ്കാരം.